നമ്മൾ പലപ്പോഴും ഈ സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അറിയാണ്ട് കുഴഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് പൂച്ചേനോട് ഭയങ്കര താല്പര്യമാണ്. പൂച്ചേനോട് ഞാൻ വിചാരിച്ചത് എനിക്ക് പൂച്ചേനോട് ഭയങ്കര സ്നേഹമാണ് എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ശരിക്കും അവിടെ ഒരു ഇഷ്ടമാണ്. കാരണം പൂച്ച എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇപ്പോൾ അത് വൃത്തികേടാക്കി വെക്കുന്ന റൂമൊക്കെ വൃത്തികേടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആ സമയത്ത് അതിനെ ഒഴിവാക്കണം എന്നും തോന്നാറുണ്ട്. പക്ഷെ അതിനെ അടിച്ചോടിക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുമുണ്ട്. അപ്പോൾ അവിടെ ഒരു വിഷമം വരാനുള്ള കാരണം അവിടെ എനിക്കതിനോടൊരു ഇഷ്ടമാണ്, പകരം സ്നേഹമല്ല. അതുകൊണ്ടാണ് എനിക്ക് പൂച്ചേനെ കംപ്ലീറ്റായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. പകരം ആ പൂച്ച എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഇപ്പോൾ അത് വൃത്തികേടാക്കി വെച്ച് കഴിഞ്ഞാലും, അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാലും എനിക്കത് കംപ്ലീറ്റായിട്ട് ഞാനത് അംഗീകരിച്ച് അവിടെ ആ ബുദ്ധിമുട്ട്, എൻ്റെ ഉള്ളിലുള്ള ബുദ്ധിമുട്ട് ഞാൻ ക്ലിയർ ചെയ്ത് പൂച്ച ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എനിക്ക് ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയാണ് എനിക്ക് പൂച്ചേനോട് സ്നേഹം ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ ബന്ധങ്ങളിൽ പ്രശ്നം വരുന്നത് നമുക്ക് ആ ഒരു നമ്മളെ ബന്ധമുള്ള ഒരു വ്യക്തി, നമുക്ക് ആ വ്യക്തിനോട് ഇഷ്ടമായിരിക്കും. പക്ഷേങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന പല പ്രവൃത്തികളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ വ്യക്തിയോടുള്ളത് ഇഷ്ടം കൊണ്ട് മാത്രമാണ്. പകരം ആ വ്യക്തി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് എന്നിലുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെ ഞാൻ ന്യൂട്രലൈസ് ചെയ്തിട്ട് ആ വ്യക്തിനെ കംപ്ലീറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് ആ വ്യക്തിയോടുള്ള സ്നേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ.